അപ്പൊ തുടങ്ങാല്ലേ? അത് മക്കളും കൊച്ചന്മാരും കൂടെ അയക്കും. 1 2 3 4 ഇന്ദ്രരത്നം. ഹായ് ഇന്ദ്രരത്നം. തിരുവനന്തപുരം മേയറാണ് ആര്യ രാജേന്ദ്രൻ. കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയാണ് ഏറ്റവും വലിയ മോഡലായി നമുക്ക് പറയാൻ സാധിക്കും. വളരെ ചെറിയ പ്രായത്തിൽ ഞാൻ എന്റെ ഒരു അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ക്രൈസിസ് മാനേജറിനെ ഞാൻ കണ്ടിട്ടില്ല. ഭരണപക്ഷം എന്ത് പറഞ്ഞാലും എതിർക്കുക. ആ ശൈലി ഇനിയെങ്കിലും മാറ്റണം. ജനകീയ ആസൂത്രണത്തിന്റെ ഗുണഫലങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ദയവായി സഹകരിക്കണം. നീ ആ സാധനത്തിന് കണ്ടില്ലേ? അതിന് ഞാൻ എന്തിനാ ഓടുന്നത്? എന്നാ നീ ഇവിടെ നിൽക്ക്, ഞങ്ങളോടാ. ഞാനും വരാം. പ്രതിസന്ധി കാലഘട്ടത്തിൽ നാം എങ്ങനെ ഇടപെടുന്നു എന്നുള്ളതാണ് ഒരു ലീഡർഷിപ്പിന് ഏറ്റവും വലിയ ക്വാളിറ്റി ആയിട്ട് ഞാനും കാണുന്നത്. അങ്ങനെ എന്തെങ്ങനെ മോടി പൊതച്ച് വന്നിരിക്കുന്നേ? ശരി, അപ്പൊ ചാള കരച്ചട്ടില്ലേ, ഇനിയിപ്പോ എന്താ മതി. തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെടുന്ന ബസ്സിലെ ഡ്രൈവറാണ് യദു. അപ്പോൾ ഈ വിഷയമുണ്ടായി. ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തു. ഇപ്പൊ പ്രശ്നം ഗുരുതരമാണ്. ശരി, ഞാനിത് ആരോടും പറയുന്നില്ല. തിരുവനന്തപുരംകാർക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത് എന്താണെന്ന് പരിശോധിക്കുകയാണ് നമ്മൾ. ഒരു മിനിറ്റ്, എന്തോ പറയാൻ മറന്നു. അതൊന്നും എല്ലാവരും വന്നേ, എന്നോ വന്നേ. അതെ, കൈക്ക് ബലുണ്ടെന്ന് കരുതി ആരെയും ഇങ്ങനെ ഇടിക്കരുതാ, കള്ളപ്പന്നികളെ. അവർക്കൊരു കൂസലും ഇല്ലല്ലോ. അവർ ഇത്രയും തെറ്റ് ചെയ്തിട്ട് അവർക്കൊരു കൂസലും ഇല്ല. അവരെ സപ്പോർട്ട് ചെയ്യല്ലേ മന്ത്രിമാരും ഇവിടുത്തെ നിയമവ്യവസ്ഥ എല്ലാം അവർക്ക് സപ്പോർട്ടാണ്. നമ്മള് ഈ മാനന്തവാടിയിലും ഇരുട്ടിയിലും ഒക്കെ കറണ്ട് ഓഫീസ് ഉണ്ട്, ഓർമ്മ വേണം. അങ്ങോട്ട് പോണെന്നുണ്ടോ? വേണ്ട സർ. ഉണ്ടോ? ബെന്നിക്കുട്ടി, ഇനി നീ ഇവിടെ നിൽക്കണ്ട, വെക്കോ. ബാംഗ്ലൂരോ മൈസൂരോ എവിടെ വേണമെങ്കിലും വെക്കോ. പറയുന്ന അങ്ങോട്ട് കേട്ടാ മതി. ഇനി ഇവിടെ ചിലതൊക്കെ നടക്കും. അതൊന്നും നീ കാണുകയും കേൾക്കുകയും വേണ്ട. അങ്ങനെ ഒരു ആഴ്ച പിന്നിട്ടിട്ടും വിവാദങ്ങളിൽ നിന്ന് വിട്ടുമാറാതെ മേയർ KSRTC വിഷയം. മേയറെ അനുകൂലിക്കുന്നവരും KSRTC ഡ്രൈവർ യദുവിനെ അനുകൂലിക്കുന്നവരും നിരവധിയാണ്. ശരിയൊക്കെ ഒക്കെ ഒന്ന് ഇപ്പൊ പറയണം. അങ്ങനെ കൃത്യമായിട്ടൊന്നും പറയാൻ പറ്റൂ. എന്നാൽ ഈ തർക്കം നടന്ന തിരുവനന്തപുരംകാർക്ക് ഇവരെ പറ്റി എന്തൊക്കെയാണ് അഭിപ്രായങ്ങൾ എന്ന് കേട്ടു നോക്കാം. എന്റെ അഭിപ്രായത്തിൽ മേജർ എന്ന് പറഞ്ഞാൽ ഒരു ജഡ്ജിയുടെ പവറുള്ളവരാണ്. വെൽക്കം. എത്ര നാളായി കണ്ടിട്ട്. സോപ്പിടൊന്നും വേണ്ട. കഴിഞ്ഞ ആഴ്ച വന്ന് സംസാരിച്ചൊക്കെ മറന്നോ? മറക്കാൻ നോക്കൂ, ഇമ്പോസിബിൾ. ഇരിക്കും, സ്ഥിരം. അവർക്ക് വണ്ടിയൊന്നും തടയാനുള്ള അധികാരമില്ല. അവർ നിയമം പാലിക്കേണ്ടവരാണ്. എന്താ മാധവേട്ട പ്രശ്നം? തിരുവനന്തപുരത്തൊക്കെ വിളിച്ചു ചോദിക്കേ. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇവിടെ ഇവിടെ പറ്റില്ല. ഇത് എന്റെ കടയാ. കാര്യം ഭർത്താവ് വേഗം പുറത്തേക്ക് ഇറങ്ങിയേ. പ്രായത്തിന്റെ ഇതാണ്. എല്ലാ രാഷ്ട്രീയക്കാരും പകരം വീട്ടലാണ് ജോലി. കേട്ടോ മോളെ, പകരം വീട്ടൽ ശരിയല്ല. അപ്പോൾ ആര്യ രാജേന്ദ്രൻ പെട്ടെന്ന് പറ്റിപ്പോയതായിരിക്കണം. ലൈംഗികം എന്ന് പറഞ്ഞാൽ അറിഞ്ഞ വണ്ടിയിലെ മുകളിൽ ഇരുന്ന് എന്തോന്നും ലൈംഗികം കാണിക്കാൻ. ഒരെണ്ണമല്ല, രണ്ടെണ്ണം. ഇനി ഈ കണ്ടത്തിൽ ഇറങ്ങിയില്ല. അതെന്താ അങ്ങനെ? രണ്ടുപേരുടെ ഭാഗത്തും പ്രശ്നങ്ങളുണ്ട്. മേയറെ മാത്രം നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്കും അത് ഫീൽ ചെയ്തു. റിയലി? പക്ഷേ ലൈംഗിക ചേഷ്ട കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് രണ്ടുപേർക്കും മാത്രമേ കാണാൻ പറ്റൂ. അത് മറ്റുള്ളവർക്ക് അറിയാൻ പറ്റില്ല അതിനെക്കുറിച്ച്. അപ്പൊ എന്തായാലും വണ്ടി കുറുക്കിട്ട് ശരിയായില്ല. പുരുഷനിപ്പം യുദ്ധമൊന്നുമില്ലേ? ഒരു യുദ്ധം ഏത് നിമിഷം ഉണ്ടായേക്കാം, അല്ല പ്രശ്നേട്ടാ? തെളിവുണ്ടായിരിക്കുമല്ലോ. CCTV ഫുട്ടേജ് ഒക്കെ എടുത്താൽ മതിയല്ലോ. അത് നോക്കിയിട്ട് കോടതി എന്തെങ്കിലും നോക്കുമായിരിക്കും. ഇതിപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ ഗോയിങ് ആണോന്നുള്ളത്. ഇപ്പോൾ രണ്ട് ഭാഗത്തും അവര് കേസ് അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ. നമുക്കൊന്നും പറയാൻ പറ്റൂല. ഒരു പാവപ്പെട്ട തൊഴിലാളി ചെറുക്കനല്ലേ, അവനല്ലേ അവന്റെ കഞ്ഞുകൂടി പൊട്ടിച്ചത്. പാവപ്പെട്ട ചെറുക്കന്റെ മണ്ണില്, ചെറുക്കന്റെ ചോറ്റിൽ മണ്ണ് വരയിട്ട്. കുറെ പോത്തന്മാരെ കിട്ടിയിട്ടുണ്ട്. എരിശ്ശേരി ഏതാ തലശ്ശേരി ഏതെന്ന് അറിയാൻ പാടില്ലാത്തവന്മാര് കാണിച്ചത് വലിയ അന്യായമായ, അത് മോശമാണ് അത് കാണിച്ചത്. അവരൊക്കെ സ്ഥാനത്തൊക്കെ ഇരിക്കണവരല്ലേ. പോണ ലക്ഷണില്ല. അല്ല, ചവിട്ടിയത് അണലിയാണില്ല. സംഗതി കുഴയും. ശരിയാ. തീറ്റിപ്പോറ്റുന്ന എന്നെ തല്ലാൻ ആളില്ല. പറഞ്ഞതുപോലെ ചെയ്യാവൂ. കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പോയ എന്തിന്? സർക്കാരാണെന്ന് ഞാൻ വിചാരിച്ചില്ല. അല്ല സാർ, അത് വേണ്ട, ഒന്നും പറയണ്ട. ഇതൊരു മംഗളകർമ്മം നടക്കാൻ പോകുന്ന വീടാണ്. നമുക്ക് അങ്ങോട്ട് പോവാം. ഇപ്പോഴേയോ? ഇപ്പൊ പോയാലേ സമയത്തങ്ങ് എത്തുള്ളൂ.